ഇന്ന് നമുക്കൊരു ടിരമിസു കേക്ക് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കോഫി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എടുത്ത് വെക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ലേഡി ഫിംഗറും പിന്നെ മസ്കപ്രോൺ ചീസുമാണ്. അപ്പോൾ നമ്മുടെ കോഫിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി കടുപ്പത്തിൽ വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അതൊന്ന് ആറുന്ന സമയത്ത് ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പം നമ്മുടെ മസ്കപ്രോൺ ചീസ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് ഷുഗറും പിന്നെ വനില എസൻസ് ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഓരോ പാക്കറ്റും 8 ഔൺസിൻ്റെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഷുഗറും ഇതും കൂടെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്രീം കൂടെ വേണം, വിപ്പ് ക്രീം. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹെവി വിപ്പിംഗ് ക്രീം കൊണ്ടാണ്. അത് ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് മിക്സ് ഉണ്ടല്ലോ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് മിക്സർ കൊണ്ടും അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസ്കർപോൺ ചീസും പിന്നെ വിപ്പ് ക്രീം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കൊരു ലെയർ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിന് അടിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഈ സമയമായപ്പോഴത്തേനും നമ്മുടെ കോഫിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് റം ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക, അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു മിക്സിനകത്തോട്ട് നമ്മൾ ഈ ലേഡി ഫിംഗർ പെട്ടെന്ന്, അത് ഒത്തിരി സമയം മുക്കി വെക്കരുത്, പെട്ടെന്ന് തന്നെ മുക്കിയിട്ട് അത് നമ്മളിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിന് മുകളിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീമും മസ്കപ്രോൺ ചീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പാത്രത്തിൻ്റെ സൈസ് എന്തോരം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ലെയർ ചെയ്യാം. അപ്പോൾ ഈ സമയം പിള്ളേർ വന്നിട്ടുണ്ട്, മോനും മോളും ഇവിടെയുണ്ട്. അവർ ആ ചീസൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ തന്നെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിത് ആ പാത്രത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്തിട്ടിട്ട് ഇനി നമുക്ക് അതിന് മുകളിൽ കുറച്ച് കോഫിയും കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു അരിപ്പയ്ക്കകത്ത് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കോഫിയുടെ ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേനും പാർട്ടി നമ്മൾ ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കാം.